നാറികളുടെ ഷോ ഇന്നത്തോടെ ഇറങ്ങി ഒത്തിച്ചിട്ട് തന്നെ ഓർക്കണം നമുക്ക്. ഇവനാ ചൊക്ലിക്കിട്ട് ഇടിയുണ്ടല്ലോ, എന്റെ പൊന്നുമോനെ കണ്ട സഹിക്കത്ത് പോലും ഇല്ല. ആ രായപ്പനെ കറങ്ങിയതാണ് കോമഡി. രണ്ടിന് മുന്നിൽ കൊടുക്കണ്ടില്ല. ഇതൊക്കെ വേണോ? അതേണ്ട കല്യാണത്തിന് ഇതിലൂടെ വരുന്നുണ്ടല്ലോ. ഓടാ പട്ടി, എന്നെ ബാക്കിയുള്ളവരെ തല്ലിട്ട് വേണം. അപ്പുറത്ത് തന്നെ തരണം. അതേ കിടക്കണ ചുണ്ണി അടിച്ചുള്ള ആവശ്യമില്ല. നിന്റെ അപ്പൻ ചത്ര. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. 27 നക്ഷത്രങ്ങളിൽ നാളം തോരുന്നു. ഓം ഗുരു ബ്രഹ്മ എന്തോരം നല്ല മനുഷ്യനായിരുന്നു. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ആ പേഴ്ച ചേക്കനും കൂട്ടുകാരുടെ കൊടൈക്കനാൽ ടൂർ ഓട്ടുന്നപ്പം കുറച്ച് കൂണ് കൊണ്ടുപോകും. ഈ കിളവനും എല്ലാം അറിയാവോ? അങ്ങനെ ഒരു തോറം തിന്ന് കൂണു ആന്നേ ചുറ്റിനും മാക്രിയും പൂമ്പാറ്റയാണെന്നും പറഞ്ഞ് നേരെ പെരയുടെ മണ്ടത്തിൽ ഒറ്റ കയറ്റം. അതിലൊരു മാക്രി എടുത്ത് താഴോട്ട് ചാടി. വേണ്ട അങ്ങേരെ എടുത്ത് കൂടെ ചാടി. ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. എന്റെ കസിനെ വിളിച്ചപ്പോ വിളിച്ച്, പക്ഷെ ഈ കണക്ക് എനിക്ക് തന്നെ തീർക്കണം. കോപ്പ് കള്ളക്കളന് ചാവാൻ കണ്ട നേരം 2 മെഷെങ്കിലും ബാക്കി വെക്കാൻ വയ്യായിരുന്നു. ഞങ്ങളുടെ നാട് പണ്ടേ ഇങ്ങനെ ഏണി കയറി വള്ളി പിടിച്ചോളൂ. ഞങ്ങളുടെ ടീമും ഇങ്ങനെ ഇല്ലാത്ത കേസും വള്ളികളും ഒന്നുമില്ല. അടിയും പിടിയില്ലാത്ത ഒറ്റ ദിവസമില്ല. എന്തിയമാര് നാറികൾ എന്തോ പറയാൻ. എസ്ഐയുടെ ഡോവർമാൻ്റെ കുണ്ടിക്ക് തോട്ട കെട്ടിയിട്ട് പൊട്ടിച്ച കേസിലെ 1-ാം പ്രതി ആൻ്റെ അപ്പൻ. ഇത് 2-ാം പ്രതിയും ടോപ്പ് ക്ലാസ് വള്ളി പിടിക്കാൻ മിടുക്കനോ. സ്വന്തമായിട്ട് 8 കേസുമുണ്ട്. തീപ്പൊരിപ്പാക്കി. നാട്ടിൽ കൂള് മുതൽ കഞ്ചാവ് വരെ ഇവൻ്റെ കൺട്രോളാണ്. മിടുക്കനാ. തീപ്പൊരി ആംബ്രോ പബ്ലോസ്ക പറയണമെന്നാ വിചാരം. ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. എവിടെയാണോ എന്തോ. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ കാരണം ഈ നാറികളുമായിട്ടൊരു കല്യാണത്തിന് പോയതാണ്. രായപ്പൻ്റെ അടുക്കള പൊളിക്ക്. രായപ്പൻ്റെ അടുക്കള പൊളി. എന്തുവാണോ? അടിയാണോ? നമ്മുടെ രായപ്പന്റെ കസിൻ വന്നില്ലടാ. ഏത്? മറ്റേ വട്ടൻ. ഇല്ല, വന്നില്ല. ആ ഞാൻ ഒരു സിഗരറ്റ് ഞെടുത്തു. അമ്മ ഒരു വാറ്റടിച്ചില്ലേ? അപ്പുറത്തെല്ലാം അടിച്ച് ഓഫായി കിടക്കണം. എന്താടാ രണ്ട് നല്ല പെരിപ്പാണല്ലോ. കൊച്ചുമലരെ കള്ളൂടിയാണോ? ആഹാ ഇങ്ങതാടാ കൊള്ളാല. ഇതെപ്പോ എടുത്തിട്ട് താനും? ഓ, അവനെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞപ്പോ മനസ്സമാനം. അത് ശരി. കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? ആണാ
അവൻ്റെ ബോംബെയിലെ കസിൻ വന്നില്ലേ ആ പ്രാന്ത്? വേണ്ടാന്ന് പറഞ്ഞു വന്നാലമ്പ. അത് നന്നായി. ഏതാ ആ ഫിറോസിനെ കുത്തിക്കുന്നവനാണോ? ഒരു പെക്കഴിടാ. ഇങ്ങേര് ആരോ അത്? ഈ നാറുകളാരുടെ കല്യാണം വിളിച്ചേ? ആരെയാണ്? ആ അക്കരെയുള്ള ടീംസിനെ. പ്രശ്നത്തിൽ പോകണ്ട. പ്രശ്നം ഉണ്ടാക്കിയ ഒക്കത്തിനൊടിക്കാൻ അമ്പലപ്പറമ്പിൽ കയറ്റും. മുടിയൊക്കെ അങ്ങ് വളർന്നല്ലോടാ. ഡാ விண்ணோடு நானும் செல்ல காலங்கள் ஆகாதோ, காற்றே உன் வாசம் எங்கும் நிலை கொள்ளாதோ, அழகே நீ போகும் திசையில் பூக்கள் தலை சாய்க்காதோ, உன் கையில் பூவாய் மாற மனமேங்காதோ, இளங்காற்றாக நீ உன் மழையாய் நானும் இரு கண் பார்க்கும் நேரம் நொடி விரைந்தோடும், இளம்பூவே உன் வாசம் என் மேல் எங்கும் வீசும், நிலவொளியோடு வாழும் இனி ஒன்றாகும். இரவாய் போகும் நேரங்கள் உன் கண் பார்த்து தினம் சாய்வேனே, காதோரம் உன் வார்த்தைகள் என்றும் கேட்பேனே என் அன்பே, நீ போகும் பாதையெல்லாம் அழகாய் மாறும்போது என் வாழ்க்கை அழகாய் மாறாதோ, நீ போகும் தூரம் நானும் பின்னாலே அலையும்போது என் உயிரை தூக்கி செல்லாதோ, இளம் காற்றாக நீ உன் மழையாய் நானும் இரு கண் பார்க்கும் நேரம் நொடி விரைந்தோடும், இளம் பூவே உன் வாசம் என் மேல் எங்கும் வீசும், நிலவொளியோடு வாழும் இனி ஒன்றாகும். ഡാ പിള്ളേരെ കയറിയടാ. യോ വാടാ. യോ നിന്റെ അച്ഛൻ്റെ അച്ചാറ് അവിടെ അങ്ങനെ നോക്കടാ. ബിരിയാണി 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 ഇതാ ഇത് കപ്പയല്ലടാ. എടാ, ഇത് ബിരിയാണിയാണടാ. ഇരുന്ന് കുഴഞ്ഞു പോയതാണ്. കുറച്ച് വെന്തു പോയടാ. ഉള്ളത് കഴിക്ക്. പപ്പടം പപ്പടം പപ്പടം. ഇന്നാ പപ്പടം. പപ്പടം. അരപ്പപ്പടം, ഇച്ചിരി പപ്പടം. പപ്പടം പപ്പടം തീർന്നിട്ടാ മോനെ. പപ്പടം തീർന്നോ? പപ്പടം തീർന്നില്ലേ? എന്തേ? എന്താടാ പപ്പടയിലോ എനിക്കൊന്നും ഇറങ്ങത്തില്ലയോ? മുണുങ്ങാൻ വന്നാ മൂഞ്ചിട്ട് വേണം നാറികളെ.
അതെ. വിഷ്ണു ഗുരുദേവോ മഹേശ്വര. വലിയ സഹകരണം നടത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. കല്യാണം വിട്ട് നിനക്കിട്ട് ഇടിക്കുകയും ചെയ്ത് നിന്റെ പെങ്ങളെ വിളിച്ചോണ്ട് പോവുകയും ചെയ്തു. എങ്ങനെ വെച്ച് താമസിപ്പിക്കണം? ചാത്താളി ജീവിക്കാൻ സമയത്തിലുള്ള ആ ഇയാൾ ഈ ഫോൺ കുത്തിയിട്ട് അവിടെ പോയി കിടക്കുമായിരുന്നു. അവിടെ കിടന്ന് റിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞ അഞ്ജലി എൻ്റെ അടുത്ത് തന്നെ. ആ നീ വിട്ടു, ഞാൻ ആമാരെ നല്ല ഇട്ട് വന്നേക്കാം. ആ ഹലോ, പഞ്ഞിക്കെട്ട് എൻ്റെ ചിലവാണോ? ആ എടാ
ഇല്ലടാ, കുറച്ച് തിരക്കായി പോയതാ. കൊട്ടേഷനാണോ അതോ വിചാരമാണോ? ഇല്ലടാ, ആ സീനൊന്നും ഇല്ല. ഞങ്ങളമാരെ വീട്ടിൽ കയറത്തില്ലേ. കുറെ കേട്ട്. അക്കരയിലെ പിള്ളേർ വന്ന് പഞ്ഞിക്കിട്ടു. തോക്ക് പോയിട്ട് സ്വന്തം ഉണ്ട നേരെ പിടിക്കാൻ പറ്റാത്ത പിള്ളേർ. ഇല്ലടാ. ആ സീൻ നീ ക്യാമറ പിടിച്ച് പാടും കയറ്റി പൂച്ചപ്പൂടെ കളിക്കാത്ത പിള്ളേർക്ക് കൊണ്ട് കൊടുക്കും. ഇൻസ്പിറേഷൻ ആവട്ടെ. ഹോൾഡ് ചെയ്യണം. बेंजू पहले दिन क्या बोला था? बच्चा के साथ में रहने दो. बच्चा हो ना, तेरे लिए काम करने वाला चुदियों को मारने के लिए तुम्हें 2 दिन लगा. 2 दिन. मुझे तेरी प्यारी बच्ची और बीबी को मारने के लिए 2 मिनट नहीं लगा. Business is business. Not very ready.